അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുംപാപിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിന്റെ ജീവിത സാക്ഷി പ്രോഗ്രാമിന്റെ 135ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നമുക്ക് മീറ്റിംഗ് നടത്താനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വീണ്ടും ഈ ആഴ്ച ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടുവാൻ, ജീവിത അനുഭവങ്ങളെ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഇന്ന് രാത്രി കർത്താവ് നമുക്ക് തരുന്ന ആ വചനങ്ങളെ കേട്ട് ആശ്വാസം പ്രാപിപ്പാൻ നമുക്ക് ദൈവം തന്ന അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങളും ഈ ജീവിത സന്ദേശവും കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ വളരെ കൃപ അനുഭവിച്ച ഒരു ദിവസം കൂടെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ അവിടെ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങളും കൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ ശനിയാഴ്ചയും പോലെ വീണ്ടും ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവികമായ സന്ദേശം അറിയിപ്പാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. അനുഗ്രഹീതമായി ഗാനങ്ങൾ ആലപിപ്പാൻ പ്രിയമകനെയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ശക്തമായ അനുഭവങ്ങളും വചനവും ഇന്ന് കേൾക്കുവാൻ, ശ്രുതി മധുരമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാകണമേ. ഗാനങ്ങൾ ആലപിപ്പാൻ പ്രിയമകന് വളരെ ദൈവകൃപ നൽകി സഹായിക്കണം. എല്ലാ തടസ്സങ്ങളെ അവിടുന്ന് മാറ്റി നൽകണമേ. വചനം സംസാരിപ്പാൻ, ജീവിതാനുഭവങ്ങൾ പറയുവാൻ കർത്താവിന്റെ ദാസന് എല്ലാ കൃപയും നൽകി സഹായിക്കണം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെയും ബലപ്പെടുത്തണം. അനേകര് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇടയാകണം. അവരുടെ ഹൃദയങ്ങളോട് ഈ ഓരോ ശുശ്രൂഷയും സംസാരിക്കുവാൻ ഇടയാകണം. ആ നിലയിൽ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടുന്ന് പ്രസാദിക്കണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും കാലാവസ്ഥ എല്ലാം അവിടുന്ന് നിയന്ത്രിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനവും ജീവിതാനുഭവവും നമ്മളോട് സംസാരിക്കുന്ന ബ്രദർ നിതിൻ സ്കറിയ ഡാളസ് അവറുകളാണ്. നാട്ടിൽ തൃശ്ശൂർ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഡാളസിലായിരിക്കുന്നു. പല നിലയിൽ കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയദാസനെ വളരെ പ്രാർത്ഥനയോടെ, വളരെ താല്പര്യത്തോടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി പ്രാർത്ഥനയോടെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, എന്നാൽ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഫിന്നി വി ജോൺ അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസനെയും ഈ മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിൽ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ മകൻ ജുവാൻ ജെയിംസ് ദുബായ് അവറുകളാണ്. പ്രിയമകനെയും തന്റെ വിദ്യാഭ്യാസത്തിന്റെ തിരക്കിന്റെ മധ്യത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. പ്രിയമകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമകനെയും ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ എല്ലാ പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ഒരു ഇംഗ്ലീഷ് ഗാനവും ഒരു മലയാളം ഗാനവും നമുക്ക് കേൾക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗാനം പ്രാരംഭമായിട്ട് കേട്ട് ദൈവത്തെ സ്തുതിക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. ദൈവത്തിന്റെ പരിപാലനത്തിന്റെ ആ സന്തോഷം, ആ ആശ്വാസം തിരിച്ചറിഞ്ഞ എല്ലാ ദൈവമക്കളും ഈ ഗാനത്തോട് ചേർന്ന്, പ്രിയ മകനോട് ചേർന്ന്
നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. ഗാനം ആലപിപ്പാൻ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പ്രിയമകൻ ജുവാൻ ജെയിംസൺ അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ചെങ്കടലാർ തിരിച്ചാലെതിരായി പിൻപിൽ വൻവൈരി പിൻഗമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ പോൽ വീഴ്ത്തപ്പെട്ട. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ. തോട്ടിലെ വെള്ളം വറ്റിയാലും
കാക്കയിൻ വരവ് നീങ്ങിടാലും സാരിഫാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. സാരിഫാത്തൊരുക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലോ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാതൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. താങ്ക് യു ജുവാൻ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, അർത്ഥവത്തായ ഒരു ഗാനം, ഹൃദയസ്പൃക്കായ ഒരു ഗാനം. ദൈവം പ്രിയമകനെ അനുഗ്രഹിക്കട്ടെ. ഒരു ഇംഗ്ലീഷ് ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ജെ.എച്ച്. ജോൺസ്റ്റൺ രചിച്ച ദൈവകൃപയുടെ മഹാത്മ്യത്തെ വിളിച്ചറിയിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. മാർവലസ് ഗ്രേസ് ഓഫ് അവർ ലവിംഗ് ലോർഡ്, ഗ്രേസ് ദാറ്റ് എക്സീഡ്സ് അവർ സിൻ ആൻഡ് അവർ ഗിൽറ്റ്. അതിന്റെ കോറസിൽ ഗ്രേസ് ഗ്രേസ് ഗോഡ്സ് ഗ്രേസ്, ഗ്രേസ് ദാറ്റ് വിൽ പാർഡൺ ആൻഡ് ക്ലീൻസ് വിത്തിൻ. വളരെ ദൈവകൃപയുടെ ആ സന്തോഷം, ആ വലിയ സന്തോഷത്തെ വിളിച്ചറിയിക്കുന്ന ആ ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയമാനെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. Marvelous grace of our loving Lord, grace that exceeds our sin and our guilt. Yonder on Calvary's mount outpoured, there where the blood of the Lamb was spilled. Grace, grace, God's grace, grace that will pardon and cleanse within. Grace, grace, God's grace, grace that is greater than all our sin. Sin and despair like the sea waves cold threaten the soul with infinite loss. Grace that is greater, yes, grace untold, points to the refuge, the mighty cross. Grace, grace, God's grace, grace that will pardon and cleanse within. Grace, grace, God's grace, grace that is greater than all our sin. Dark is the stain that we cannot hide. What can avail to wash it away? Look, there is flowing a crimson tide, whiter than snow you may be today. Grace, grace, God's grace, grace that will pardon and cleanse within. Grace, grace, God's grace, grace that is greater than all our sin. Marvelous, infinite, matchless grace, freely bestowed on all who believe. You that are longing to see His face, will you this moment this grace receive? Grace, God's grace, grace that will pardon and cleanse within.
God's grace, grace that is greater than all our sin. May the name of the Lord be glorified. ആ ഗാനം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ദൈവം പ്രിയമകനെ വളരെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ തിരക്കിനിടയിൽ വന്നൊരു ഗാനം ആലപിപ്പാൻ, 2 ഗാനങ്ങൾ ആലപിപ്പാൻ ദൈവം പ്രിയമകനെ ബലപ്പെടുത്തി. ദൈവം വളരെ വളരെ കർത്താവിന് വേണ്ടി പാടുവാൻ, തൻ്റെ ശബ്ദം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എല്ലാ കൃപയും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കിനി ജീവിത അനുഭവങ്ങളിലേക്ക്, ദൈവികമായ സന്ദേശങ്ങളിലേക്ക് തിരിയാനുള്ള സമയമാണ്. കർത്താവിൻ്റെ ദാസൻ ബ്രദർ നിതിൻ സ്കറിയ ഡാളസ് നമ്മളോട് കൂടെയുണ്ട്. വളരെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രിയ സഹോദരനെ കോണ്ടാക്ട് ചെയ്യുവാനിടയായി. അന്നും എന്നോട് ഓർപ്പിച്ചത്, ഞാൻ പ്രാർത്ഥനയോടെ ആ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുത്ത് ഞാൻ പറയാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെയാണ് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. എന്തിനെ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതാനുഭവങ്ങളും ഇന്ന് രാത്രി നമുക്ക് തരുന്ന വചനങ്ങളും പറയുമ്പോൾ ആ ഓരോ വാക്കും വരികളും അത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ചില വ്യക്തികളുടെ ജീവിതത്തിൽ അത് വലിയൊരു എഡിഫിക്കേഷന് കാരണമാകണം, ഒരു മാനസാന്തരത്തിന് കാരണമാകണം. ഇന്ന് രാത്രി അത് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഇനിയുള്ള ഏതാണ്ട് 8:40 വരെയുള്ള സമയം തൻ്റെ ജീവിതാനുഭവവും അതുപോലെ ദൈവികമായ സന്ദേശവും അറിയിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അത് വിവർത്തനം ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസൻ ഫിന്നി വി ജോർജ് ട്രിവാൻഡ്രം അവരുടെയും ഇരുവരെയും പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Very good evening to all of you. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. Before I start, I just want to thank Evangelist Sandosh for the opportunity this evening for me to share my testimony and share a little bit from the Word of God. പ്രാരംഭമായിട്ട് പ്രിയ സന്തോഷ് ബ്രദറിനെ സന്തോഷ് ബ്രദറിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു, ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. I take it with all humility to have this opportunity. എല്ലാ താഴ്മയോടെയും വിനയത്തോടെയും ഞാൻ ഈ അവസരം എടുക്കുകയാണ്. I can speak in Malayalam. I've not forgotten Malayalam. എനിക്ക് മലയാളം നല്ലതുപോലെ സംസാരിക്കാനായിട്ട് അറിയാം. മലയാളം ഞാൻ മറന്നു പോയിട്ടില്ല. But my kids are listening. I have a few friends listening, so I figured I'll speak in English, and brother Finney is translating, so it works out for everybody. നല്ല ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ടും മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുഞ്ഞുങ്ങളും ഇത് കേൾക്കുന്നത് കൊണ്ടും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. Plus it also half the time that I have to speak, so that helps as well. മാത്രമല്ല പകുതി സമയം സംസാരിച്ചാൽ മതി, അതും എനിക്ക് സഹായകരമാണ്. When I was asked about to share my testimony, I always struggle with sharing testimony. പലപ്പോഴും എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അതിൽ അല്പമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കാറുണ്ട്. Because I always think that I don't have a great testimony. കാരണം വലിയൊരു സാക്ഷ്യം എനിക്ക് പറയാൻ ആയിട്ടില്ല. Because I think that when you hear testimony, it's about a miraculous salvation or something really big happening in your life. That's what people would normally want to listen to. കാരണം പലപ്പോഴും പലരുടെയും സാക്ഷ്യത്തിലൂടെ നാം കേൾക്കുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ല. But as I think more about this concept of sharing a testimony, എന്നാൽ ഒരു സാക്ഷ്യത്തിന്റെ വാചകങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. in James chapter 5 verse 17 we read this. Elijah was a man with a nature like ours, and he prayed earnestly that it would not rain, and it did not rain on the earth for 3 years and 6 months. Then he prayed again, and the sky poured rain, and the earth produced its fruit. That's what we read in James chapter 5 verse 17. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്:
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. So for the last 2 Sundays, I had the privilege of speaking in my church, and I was focused on Elijah. And this verse from James chapter 5 verse 17, that he was a man with nature like ours, really stood out for me. കഴിഞ്ഞ ആഴ്ചകളിൽ എൻ്റെ സ്ഥലം സഭയിൽ ഈ വിഷയത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇടയായി. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയ വിഷയം ഇതാണ്: ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്നതാണ്. And I've been thinking a lot about that how is Elijah a man just like our nature? Why would the Holy Spirit inspire James to, when he's talking about Elijah, to say he was a man just like us? എന്നെ ചിന്തിപ്പിച്ച വിഷയം ഇതാണ്: യാക്കോബ് തന്റെ ലേഖനം എഴുതുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന പ്രസ്താവന എന്തുകൊണ്ട് ഏലിയാവ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തി? Because when I look at the things that Elijah did, it was amazing, wonderful things that God enabled this man to do. കാരണം ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഏലിയാവ് തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. And yet, ദൈവം അനവധി കാര്യങ്ങൾ തന്നെ ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And yet, the scripture records that he was a man just like you and me. എന്നാൽ അതേസമയം തന്നെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. And as I was thinking about it, one of the things that really the Holy Spirit enlightened my mind was that Elijah was just a man like you and me. തീർച്ചയായിട്ടും ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ പറയുവാനായിട്ട് പ്രേരിപ്പിച്ച കാര്യവും അത് തന്നെയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. Or I think the Holy Spirit is telling us, and me especially, that there was nothing really special about Elijah. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ഏലിയാവിന് എന്തെങ്കിലും അധികമായിട്ടുള്ള പ്രത്യേകതകളൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, തന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നില്ല. Because he was just a man like you and me. കാരണം എന്നെയും നിങ്ങളെയും പോലെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. But what makes Elijah so special is not Elijah. എന്നാൽ ഏലിയാവിനെ എന്താണ് പ്രത്യേകതയുള്ളവനാക്കുന്നത്? അത് ഏലിയാവ് കാരണമല്ല അവൻ പ്രത്യേകതയുള്ളവനായത്. But it's Elijah's God. എന്നാൽ ഏലിയാവിന്റെ ദൈവമാണ് അദ്ദേഹത്തെ പ്രത്യേകതയുള്ളവനാക്കിയത്. So when I look at my testimony, അപ്പോൾ എന്റെ ജീവിത സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ it's really not a testimony about me. അത് വാസ്തവത്തിൽ എന്നെ കുറിച്ചുള്ള ഒരു സാക്ഷ്യത്തിന്റെ വാചകം അല്ല. But it's more of a testimony of my God and his faithfulness. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ദൈവത്തെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. You know, I was born, I was privileged to be born in a Christian home. എനിക്ക് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. You know, the verse that comes to my mind from Ephesians chapter 1 verse 4, we read, just as he chose us in him before the foundation of the world. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. So he chose us. അപ്പോൾ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. He chose me. എന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. He chose us in him. That's what we read. എന്നെ ദൈവം ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. And not just that, but he chose me before the foundation of the world. മാത്രമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അവൻ എന്നെ തെരഞ്ഞെടുത്തു. So the privilege of being born in a Christian home. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനുള്ള വലിയ ഭാഗ്യം അത് ദൈവം എനിക്ക് തന്നതാണ്. You know, I was thinking this morning as I woke up here, it's a very cold morning here. It's about, I think, 2 degrees Celsius. It's very cold.
ഇന്ന് രാവിലെ സമയം ഇവിടെ വളരെ തണുപ്പുള്ള സമയമാണ്. 2 degrees Celsius ആണ് തണുപ്പ്. But as I was thinking about all the things that God did for me to be born in this Christian home, എന്നാൽ ദൈവം അനേക കാര്യങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് ദൈവം എന്നിലൂടെ ചെയ്യുവാനായിട്ട് ദൈവത്തിന് സാധിച്ചു. all the things that God did for me to be born into a Christian home, like all the things that happened so that I have the privilege to be born into a Christian home. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനായിട്ട് ദൈവം എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. You know, I was thinking about my great grandfather on my dad's side who was the first to come to faith. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ വല്യപ്പച്ചനാണ് ആദ്യം വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. And the things that God did in his life to bring him into faith. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളും ഞാൻ ഓർക്കുകയായിരുന്നു. You know, I was wondering when he accepted the Lord Jesus Christ as his savior, the first from his family to do that. താൻ രക്ഷയിലേക്ക് വന്നപ്പോൾ താൻ മാത്രമായിരുന്നു തന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. And I always wondered that moment that he accepted the Lord Jesus Christ as his savior. അങ്ങനെ താൻ കർത്താവായ യേശുക്രിസ്തുവിനെ തന്റെ രക്ഷാവും കർത്താവുമായി സ്വീകരിച്ച കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. What would have been going through his mind? Would he have realized that 4 generations later there's going to be a blessing that I would enjoy to be born into a Christian home? അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോയെന്ന് എനിക്കറിയില്ല. എന്നാൽ 4 തലമുറകൾക്ക് ഇപ്പുറം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ തീരുമാനം അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി, അത് എന്റെയും അനുഗ്രഹത്തിന് കാരണമായി ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. If there's anyone listening me today who is the first to be saved in their family, I'm grateful for you. ആരെങ്കിലും ഇന്ന് ഈ സന്ധ്യാസമയത്ത് ആദ്യമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ അനുഗ്രഹത്തിലേക്കാണ് കടന്നു വന്നത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Because you are blessed, as the brother said, you brought into the blessing of God's family. ദൈവ ഭവനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. But you have the privilege of the generations that will follow you, who will now have the privilege to be born into a Christian home. ഇനി നിങ്ങളുടെ വരുന്ന തലമുറകൾക്കെല്ലാം നിങ്ങൾ കാരണം ആ ഭാഗ്യം ലഭിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുക എന്ന ഭാഗ്യം ലഭിക്കുവാനായിട്ട് പോവുകയാണ്. And I think about my mom's side. അത് മാത്രമല്ല, എൻ്റെ മാതാവിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. I was told that it was my grandmother who first came to the Lord. എൻ്റെ മാതാവിന്റെ അമ്മയാണ് ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ കുടുംബത്തിൽ. And I don't know if she realized that there'll be a generation of people now that will have the privilege to be born into Christian families, Christian homes. എന്നാൽ ആ മാതാവും ഇപ്രകാരം തലമുറകൾ ക്രിസ്തുവിനെ സേവിക്കുകയും ക്രിസ്തുവിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകുകയില്ല. But we know that until the Lord, just because you're born into a Christian home, you're not a true Christian. എന്നാൽ നമുക്ക് അതേസമയം തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് താങ്കൾ ഒരു ക്രിസ്ത്യാനിയായി തീരുകയില്ല. I was 13 years old when the Lord in his mercy opened my eyes to the glorious message of salvation. എൻ്റെ 13-ാം വയസ്സിലാണ് ആ കർത്താവിന്റെ ആ സുവിശേഷം വിശ്വസിപ്പാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ ദൈവം തുറക്കുന്നു. And I was attending a convention in Eastford in Kirkekoda in Thrissur. തൃശ്ശൂർ കിഴക്കേക്കോട്ടയിൽ ഞാനൊരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് അത് സംഭവിച്ചത്. And that evening the Holy Spirit broke through to my hardened heart and convicted me of my sin, and I gave my life to the Lord. അന്ന് സായാഹ്നത്തിൽ എൻ്റെ
പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുകയും എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് തിരിച്ചറിയുവാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും എനിക്ക് ഇടയായി തീർന്നു. And it was next year in 1998 that I got baptized. അതിന് അടുത്ത വർഷം 1998 ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. I talked about the privilege of being born in a Christian home. അതാണ് ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചത് വലിയ ഭാഗ്യമായി കരുതുന്നു എന്ന് ഞാൻ പറഞ്ഞു. The second thing that I considered a privilege is to be in the assemblies. രണ്ടാമതായിട്ട് ഒരു സഭയോടൊപ്പം ചേർന്ന് പോകുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. The privilege of that a lot of us have the ability to go to a New Testament brother in assembly. What a privilege. നമുക്ക് പലർക്കും ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു ബ്രദറൻ സഭയിൽ തന്നെ ചേരുവാനും അതിനോടൊപ്പം ചേർന്ന് പോകുവാനുമുള്ള വലിയ ഭാഗ്യം എനിക്കും ലഭിച്ചു. As I grew up in the church. I watch the elders, the older brothers, as they share from the Word of God. ആ സഭയിലായിരിക്കുന്ന സമയത്ത് അനേക ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ദൈവവചനം പ്രസംഗിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. Now 20-30 years later, I realize how deep they went into the Word of God to be able to share those messages then. കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം അവർ എത്ര ആഴത്തിലാണ് ആ വചനം അവർ സംസാരിച്ചത് എന്ന് ഇപ്പോഴാണ് എനിക്ക് വാസ്തവമായി മനസ്സിലാകുന്നത്. Now when I prepare for a message and I spend hours and hours putting my messages together, I realize the time and effort that these faithful men of God took to share the Word of God in the assembly, so that people like me would be sitting there as a young child, as a young boy, as a young man, being able to listen to the truth from the Word of God. ഞാനിപ്പോൾ പല വചന ശുശ്രൂഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് എൻ്റെ സഭയിലുള്ള ആ ദൈവവചനം അല്ലെങ്കിൽ വചന ശുശ്രൂഷ മുൻകാലങ്ങളിൽ എടുത്തവർ എത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചാണ് അവർ അത് തയ്യാറായത് എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. I don't think there's no greater Bible school than the men that would stand in our pulpit and share from the Word of God. ആ പുൽപ്പിറ്റിൽ നിന്ന് ദൈവവചനം സംസാരിക്കുന്നതിനോട് നമുക്ക് ഒരു ബൈബിൾ കോളേജിനെ തുലനം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. And I was so blessed to be part of an assembly in Thrissur. കിഴക്കേക്കോട്ട സഭയോടൊപ്പം ചേർന്ന് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. I got saved in East Fort Assembly, but I grew up in Sion Brethren Assembly, Zion Brethren Assembly. കിഴക്കേക്കോട്ട അസംബ്ലിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ രക്ഷയിലേക്ക് കടന്നു വരുന്നതെങ്കിലും നെല്ലിക്കുന്ന അസംബ്ലിയോടുള്ള ബന്ധത്തിലാണ്, സിയോൻ നെല്ലിക്കുന്ന അസംബ്ലിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കുന്നത്. And that was a church that really encouraged me. ആ നെല്ലിക്കുന്ന സിയോൻ അസംബ്ലി ആണ് എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രോത്സാഹനം തന്നു. They encouraged me to stand up in the breaking of bread, to share, to pray. കർത്തൃമേശയിൽ പങ്കെടുക്കുവാനും ദൈവവചനം സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അവർ എന്നെ വളരെയധികം ഉത്സാഹിപ്പിച്ചു. They gave me the opportunity to translate when people would visit. പ്രത്യേകിച്ച് വചന ശുശ്രൂഷ വേളയിൽ ട്രാൻസ്ലേഷനുള്ള അവസരങ്ങളും അവർ എനിക്ക് തന്നു. My first open air ministry was with the saints in that assembly. എന്റെ ആദ്യ ഓപ്പൺ എയർ മെസ്സേജും ആ അസംബ്ലിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ ചെയ്തത്. And I don't know if they would realize this, but so much has invested in me by the assembly and the people there. അവര് അത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ വളരെയധികം എൻ്റെ ആത്മീയ ജീവിതത്തിൽ അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്തു. അതിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അവരോട്. If there's any responsible brothers in the assemblies that are here, I really praise God for you. ആരെങ്കിലും ആ സഭയിലുള്ള ആരെങ്കിലും ഇന്ന് എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Not just that, but if there's any brothers that are in this meeting
that is do anything responsible in the assemblies. I praise God for all of you. എല്ലാവരെയും ഓർത്തും, പ്രത്യേകിച്ച് ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Because encouragement that we receive in our assemblies, it's amazing. It's wonderful. അത്രയധികം പ്രോത്സാഹനമാണ് എനിക്ക് ആ സഭയിൽ നിന്ന് ലഭിച്ചത്. അത് വളരെ അനുഗ്രഹപൂർണമായിരുന്നു. I finished my engineering in Thrissur. തൃശ്ശൂരിൽ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഞാൻ പൂർത്തിയാക്കി. And in around about 2004, I moved to Los Angeles. 2004 ഞാൻ ലോസ് ആഞ്ചലസിലേക്ക് കടന്നു വന്നു. And we were there 5 years, and in 2009 we moved to Chicago. അവിടെ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 2009 ഞാൻ ചിക്കാഗോയിലേക്ക് പോയി. And we were in Chicago for 10 years, from 2009 to 2019. ചിക്കാഗോയിൽ ഞാൻ 10 വർഷം ഉണ്ടായിരുന്നു, 2009 തൊട്ട് 2019 വരെ. I think really, when I look at who I am now, ഞാൻ ആരാണ് എന്ന് ഞാൻ ശരിക്കും ചിന്തിക്കുമ്പോൾ, that assembly played a great role in my spiritual growth. എൻ്റെ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ വളർച്ചയിൽ ആ സഭ വലിയ ഒരു പങ്ക് വഹിച്ചു. You know, the assembly that I grew up in did all the foundational thing in my life. അവർ എൻ്റെ മാതൃസഭയാണ് എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളിലും എന്നെ സഹായിച്ചത്. But this is the assembly that kind of pushed me forward in the service of the Lord. എന്നാൽ ദൈവിക ശുശ്രൂഷകളിൽ കൂടുതൽ ശോഭിപ്പാനായിട്ട് ഷിക്കാഗോയിലെ ഈ അസംബ്ലി എന്നെ വളരെയധികം സഹായിച്ചു. There were men that came alongside me, encouraging me in the word of God. ദൈവ വചനവുമായിട്ട് അനേകർ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചു. You know, there was an elder who would probably every one month or every 2 months would take me out to a meal and would talk about how I'm doing spiritually and encourage me in the word. അവിടെ ഒരു മൂപ്പൻ എല്ലാ മാസത്തിൽ ഒരിക്കൽ എന്നെ പുറത്തു കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്ന് എന്നോട് ദൈവവചനം സംസാരിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. They encouraged me into more ministries that I've never done before. അനേക ശുശ്രൂഷകൾ, ഞാൻ ചെയ്യാത്ത അനേക ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. The training that I got in different ministries was incredible. വിവിധ ശുശ്രൂഷകൾക്കായിട്ടുള്ള പരിശീലനം എനിക്ക് ലഭിച്ചത് അവിടെ നിന്നാണ്. You know, they trained me in children's ministry. കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ എന്നെ അവർ പരിശീലിപ്പിച്ചു. They trained me in public speaking and in standing and sharing from the word of God. പൊതുവേദിയിൽ നിന്ന് വചനം സംസാരിക്കുന്നത് എങ്ങനെയെന്ന ഉള്ള പരിശീലനം എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. They trained me in nursing home visits, right? Visiting old age homes, being there, how to talk to people, how to interact with them, the training that they gave me. വിവിധ വൃദ്ധസദനങ്ങളിലും അതുപോലെ തന്നെ നഴ്സിംഗ് ഹോംസിലൊക്കെ പോയി അവരുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന വലിയ പരിശീലനവും അവർ എനിക്ക് തന്നു. And the greatest thing, that the opportunity that I had there was a mission trip to a Navajo nation. നവാജോ നേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു മിഷൻ ട്രിപ്പിനും അവർ എനിക്ക് അവസരം തന്നു. And it's a tribe in US. അത് USA-ലുള്ള ഒരു ഗോത്രവർഗക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. And we were able to go there and spend a week in their midst. അവരുടെ ഇടയിൽ പോയി ഒരു ആഴ്ച താമസിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചു. And I was able to do physical work. So it was not just sharing the gospel, but we would do a lot of work in the community there. അവിടെ സുവിശേഷം അറിയിക്കുന്നതിനൊപ്പം തന്നെ അനേക ശാരീരിക ക്ഷമതയുള്ള അങ്ങനെയുള്ള ജോലികൾ ചെയ്യുവാനായിട്ടും എനിക്ക് അവസരം ലഭിച്ചു. And one of the things that I learned, and we were there a couple of times. We visited there close to 3-4 times. 3-4 തവണ ആ സ്ഥലത്ത് വീണ്ടും പോകുവാനായിട്ട് സാധിച്ചു. And the group of brothers and sisters that I would go with,
ഒരു സംഘം സഹോദരി സഹോദരന്മാരോടൊപ്പം ആണ് ഞാൻ അവിടെ പോയിരുന്നത്. And the greatest thing that I learned from those trips and those days is that it is so much joy to serve the Lord. കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എന്ന് ആ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. The experience was opened my eyes to understand when the scripture says in His presence there's fullness of joy. I really understood in those days, in those trips, what does it mean to enjoy the fullness of joy. ആ സന്ദർഭങ്ങൾ, ആ അനുഭവങ്ങൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ സന്തോഷം നമുക്ക് ലഭിക്കുമെന്നുള്ള ആ വചനം അത് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. You know, the places that I saw when I would make that trip. അനേക സ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ഇടയായി. You know, things that I would never imagine that I would see. ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കാത്ത അനേക കാര്യങ്ങൾ കാണുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. You know, like I still remember seeing the Rocky Mountains in Colorado for the first time. കൊളറാഡോയിലുള്ള റോക്കി മൗണ്ടൻസ് എന്ന് പറയുന്ന സ്ഥലത്തും പോവാനായിട്ട് ഇടയായി. You know, it's a huge mountain range. It's like Himalayas, like Himalaya, but it's a huge mountain range. ഇവിടെയുള്ള ഹിമാലയാസ് പോലെയുള്ള വലിയ മലനിരകളാണ് ഈ കൊളറാഡോ സംസ്ഥാനത്തെ റോക്കി മൗണ്ടൻസ് എന്ന് പറയുന്നത്. And I remember studying that when I was growing up in Thrissur in the geography textbooks. എന്റെ ജോഗ്രഫി പാഠപുസ്തകത്തിൽ ഈ റോക്കി മൗണ്ടൻസിനെ കുറിച്ച് പഠിച്ചത് ഞാൻ അപ്പോൾ ആ സമയത്ത് ഓർത്തു. But I would never imagine that I would see Rocky Mountains myself. എന്നാൽ അത് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. But here I am on a mission trip and I'm driving and I look straight ahead and a brother points out and says, that is the Rocky Mountain. എന്നാൽ ഈ മിഷൻ ട്രിപ്പിനോട് അനുബന്ധിച്ച് ആ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ ഒരു സഹോദരൻ ഇതാണ് റോക്കി മൗണ്ടൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് അതെല്ലാം കാണിച്ചു. It is a great joy to serve the Lord. ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. You know, I've gotten to see and experience a lot of other parts of US and India in the past few years. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിലെയും അതുപോലെ തന്നെ USA-യിലെയും വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം എനിക്കിടയായി തീർന്നു. And I always wonder, where did I get this opportunity? എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ അവസരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചതെന്ന്. I never went to see the places. I went to serve the Lord. But when I went to serve the Lord, He took me to places that I never imagined I would ever be. അവിടെ കർത്താവിനെ സേവിക്കുവാനാണ് ഞാൻ പോയത്, സ്ഥലങ്ങൾ കാണുവാനല്ല. എന്നാൽ അതിനോടനുബന്ധിച്ച് അനേക സ്ഥലങ്ങൾ കാണുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. You know, I was married. I got married in 2012. 2012 എന്റെ വിവാഹം കഴിഞ്ഞു. My wife is Rebecca. ഭാര്യയുടെ പേര് റെബേക്ക എന്നാണ്. God has blessed us with 5 kids. 5 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. The oldest is Caleb. ഏറ്റവും മൂത്തയാള് കാലേബ്. The second is Naomi. രണ്ടാമത്തെ ആള് നവമി. The third is Esther. മൂന്നാമത്തെ മകൾ എസ്തർ. The fourth is also a daughter. Her name is Elizabeth. നാലാമത്തെ മകൾ എലിസബത്ത്. And my fifth is Josiah. അഞ്ചാമത്തെ മകൻ ജോസായ. All the older 4 have professed their faith in the Lord Jesus Christ. ആദ്യത്തെ 4 മക്കളും കർത്താവിനെ തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. And I request your prayer for Josiah. He just turned 3. ജോസായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അവന് 3 വയസ്സ് പ്രായമായി. That he will come to know the Lord as his personal savior. അവനും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. Since 2019, we've been in Dallas. 2019 തൊട്ട് ഞങ്ങൾ ഡാലസിലാണ്. We are part of Dallas Bible Chapel here. ഡാലസ് ബൈബിൾ ചാപ്പലിനുള്ള ബന്ധത്തിലാണ് കർത്താവിനെ ആരാധിക്കുന്നത്. And we are the privilege to serve the Lord and worship the Lord with the saints here.
ഇവിടെയുള്ള ദൈവമക്കളോട് ഒന്നിച്ച് കർത്താവിനെ സേവിപ്പാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. So if I think about my testimony, അപ്പോൾ എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ and where I am even in this moment right now, ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ all I can think of is God's faithfulness. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ് എനിക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. When you consider how many people live in this world, നമുക്കറിയാം അനേക ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. and many of them don't know the Lord Jesus Christ. അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും കർത്താവിനെ അറിയാത്തവരായിട്ട് ജീവിക്കുകയാണ്. But what a blessing I have received to know the Creator, the awesome, the wonderful Lord as my Savior. എന്നാൽ ഇത്ര വലിയവനായ ദൈവത്തെ, സൃഷ്ടിതാവായ ദൈവത്തെ അടുത്തറിയുവാൻ, രുചിച്ചറിയുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു. So my testimony is not really about my testimony or me. അതുകൊണ്ട് എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്നെ കുറിച്ച് അല്ല. It's the one who chose me before the foundation of this world was laid. ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ തെരഞ്ഞെടുത്ത എന്റെ ദൈവത്തെ കുറിച്ചാണ്. It's his testimony. അവന്റെ സാക്ഷ്യമാണ് എന്റെ സാക്ഷ്യം. It's his story. അത് അവന്റെ കഥയാണ്. And that's all I can say. അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. And I realize that my story doesn't end here. മാത്രമല്ല എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. If in Jude 24 we read, "Now to him who is able to keep you from stumbling and to make you stand in the presence of his glory, blameless with great joy, to the only God our Savior, through Jesus Christ our Lord, be glory, majesty, dominion, and authority before all time and now and forever. Amen." യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. I'm standing in front of you and sharing what God has done in my life. എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് ചെയ്തത് എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. But I realize that this story, my life, my testimony is not over. എന്നാൽ അതേസമയം തന്നെ എന്റെ സാക്ഷ്യം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല എന്നും ഞാൻ തിരിച്ചറിയുന്നു. No, this will continue till he calls me home or he comes back and take me to be with him. എന്നെ കർത്താവ് വിളിക്കുന്ന നാൾ വരെ, വിളിച്ച് തന്നെ സന്നിധി ചേർക്കുന്ന നാൾ വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ഈ സാക്ഷ്യം തുടരുന്നതാണ്. And what Jude is reminding us, that when we stand in the presence of God the Father one day, ആ കാര്യമാണ് യൂദ നമ്മെ ഓർപ്പിക്കുന്നത്. നാം കർത്താവിന്റെ സന്നിധിയിൽ ഒരു നാള് നിൽക്കേണ്ടതായിട്ട് വരും. And what will be my testimony on that day when I stand in the presence of the Almighty God? അങ്ങനെ ആ മഹിമാസന്നിധിയിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും എന്റെ സാക്ഷ്യം? My testimony is to him who is able to keep me, who has kept me from stumbling. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ചവന് എന്നതായിരിക്കും എന്റെ സാക്ഷ്യം. Not just that he kept me from stumbling, but he making me stand in the presence of his glory, blameless. ഞാൻ അത് മാത്രമല്ല, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ അവൻ നിർത്തി എന്നുള്ളതാണ്. And how will the Lord present me to his Father? എങ്ങനെയാണ് കർത്താവ് തന്റെ പിതാവിന് മുമ്പാകെ എന്നെ കൊണ്ടുവരുന്നത്? With great joy. വലിയ സന്തോഷത്തോടെ. With great joy he will present me and point to me and say, "This is who I have purchased, who I have redeemed with my blood." വലിയ സന്തോഷത്തോടെ പിതാവിന് മുമ്പിൽ എന്നെ അവതരിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നതാണ്, എന്റെ രക്തത്താൽ ഇവനെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു.
Oh, this is, and I would have to turn back to him and say, Lord, it's all about you. This life, what I've done, it's nothing about me. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അത് എന്നെ കുറിച്ചല്ല, എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, അത് കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എന്ന് പറയുവാനായിട്ട് ഇടയായി. And what is the purpose and desire of my life? എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും എന്താണ്? That he gets all the glory, he gets all the majesty, he gets all the dominion, he has all authority before now, before all time and forever. എല്ലാ തേജസ്സും എല്ലാ മഹിമയും ബലവും അധികാരവും സദാകാലത്തേക്കും ഉണ്ടാകുമാറാകട്ടെ, കർത്താവിന് ഉണ്ടാകുമാറാകട്ടെ എന്ന ലക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. You know, we live our life realizing that our time will one day come to end. നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം ഒരു ദിവസം അവസാനിക്കും. And one day we will stand in the presence of our Lord. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം എല്ലാവരും നിൽക്കും. And we will see him, the one who died on the cross for our sins. We'll see him face to face. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, നമുക്ക് വേണ്ടി മരിച്ചവരെ നാം മുഖാമുഖം കാണുവാനായിട്ട് പോവുകയാണ്. And what would we tell him when we see him? അങ്ങനെ നാം കാണുമ്പോൾ നാം എന്തായിരിക്കും പറയാനായിട്ട് പോകുന്നത്? You know, how would I summarize my life in the presence of my Lord? എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ കർത്താവിന് മുമ്പിൽ വിവരിക്കും? Oh, I would want to say, Lord, the life that you've given me, I have lived for you. പ്രിയ കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയ ജീവിതം ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചിരിക്കുകയാണ്. That should be my testimony. അതായിരിക്കും എൻ്റെ സാക്ഷ്യം. That should be our testimony. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും സാക്ഷ്യം. That we've lived for him. നാം കർത്താവിനായിട്ട് ജീവിക്കണം. Every ounce, every energy, every money, every single rupee, every single dollar we've spent for the Lord. നമ്മുടെ എല്ലാ സമ്പത്തും എല്ലാ ആരോഗ്യവും നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം കർത്താവിന് വേണ്ടി ചെലവാക്കണം. You know, as I want to conclude this session, I want to share something again from Jude 24. ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ യൂദയുടെ ലേഖനത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. You know, in Jude 24 it says that he's able to keep you from stumbling. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാനായിട്ട് അവൻ ശക്തനാണ്. He's able to keep you from stumbling. വീഴാതെ വണ്ണം കർത്താവ് നമ്മെ സൂക്ഷിക്കും. He's able to, he realizes who we are. നാം ആരാണെന്ന് അവന് നല്ലതുപോലെ അറിയാം. He realized that we are weak. നാം എല്ലാവരും ബലഹീനരാണ് എന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം. He realized our frame. നമ്മുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും അവൻ അറിയാം. If there's anyone that knows who we are, it's him. നമ്മെക്കുറിച്ച് മുഴുവനായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. And he knows that we are prone, we would easily stumble and fall. എന്നാൽ നാം വളരെ എളുപ്പത്തിൽ വീണു പോകുന്നവരാണ് എന്നും കർത്താവിനറിയാം. He knows that we cannot walk on our own. നമ്മുടെ സ്വന്തം ശക്തിയാൽ നമുക്ക് മുന്നോട്ട് നടക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവിനറിയാം. Not just that we cannot walk, he knows that we cannot even stand on our own. നടക്കുക എന്ന വിഷയം മാത്രമല്ല, നടക്കുക എന്ന് മാത്രമല്ല, നിൽക്കുവാൻ പോലും നമുക്ക് കർത്താവിന് സഹായമില്ലാതെ സാധ്യമല്ല. നിൽക്കുക എന്ന വിഷയം പോലും നമുക്ക് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. And the promise of the Lord is that he'll keep us from stumbling. എന്നാൽ കർത്താവിന്റെ വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത് അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കും എന്നുള്ളതാണ്. In Isaiah chapter 26 verse 3. യെശയ്യാപ്രവചനം 26:3 നാം ഇങ്ങനെ വായിക്കുന്നു: The steadfast of mind you will keep in perfect peace because he trusts in you. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. He will keep you in perfect peace. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. You know, the Lord said, my peace I give unto you. കർത്താവ് പ്രകാരം പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു.
Not like the world, but it's my peace I'm giving to you. അത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞു. And his promise is that he'll keep us in his perfect peace. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. അവന്റെ പൂർണ്ണ സമാധാനത്തിൽ അവൻ നമ്മെ കാക്കും. You know, I like the word perfect or purnada. Like it's there's nothing short. He doesn't take anything away from the peace that he gives. It's his perfect peace. പൂർണ്ണത എന്ന വാക്ക് എന്നെ വളരെയധികം സ്പർശിച്ച ഒരു വാക്കാണ്. അതായത് ഒരു കുറവുമില്ലാത്ത സമാധാനം എന്നതാണ് അതിനർത്ഥം. ഒന്നിലും കുറവില്ലാതെ കർത്താവ് നമ്മെ കാക്കും. You know, the world that we live in is filled with problems. നമുക്കറിയാം, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനേക പ്രശ്നങ്ങളെ നാം നേരിടും. There's sickness in our midst. നമ്മുടെ ഇടയിൽ അനേകർ രോഗികളാണ്. You know, we get the prayer updates and prayer requests, and sometimes it's overwhelming. അനേക രോഗികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാ ദിവസവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് അധികമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. And you hear about people's struggle, and you wonder, and I sit here and wonder, Lord, how are they going through this? How can someone go through so much pain, so much sickness in their life? ഇപ്രകാരം വലിയ വേദനയിലൂടെ, വലിയ രോഗത്തിലൂടെ ഇവരൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കടന്നു പോകുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. You know, we hear about some of the evangelists that's serving the Lord and the financial problems that they face. പല സുവിശേഷകന്മാരും നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് നാം കേൾക്കാറുണ്ട്. And I say here, Lord, how are they going through this? How can they go through this? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അവർ ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? Lord, it's just too much. You know, how can a human being handle so much stress, so much trial, so much problems in their life? പലപ്പോഴും അത് അവർക്ക് താങ്ങാവുന്നതിലും അധികമായ കാര്യങ്ങളാണ് അവർ നേരിടുന്നത്. ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അവരെങ്ങനെയാണ് അതിജീവിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. And sometimes when I talk to these people, എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ, you know, I'm preparing myself to encourage them. ഞാൻ അവരെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് പലപ്പോഴും. But when I hang up the phone, I'm the one who's encouraged most of the time. എന്നാൽ പലപ്പോഴും ഫോൺ വെച്ച് കഴിയുമ്പോൾ ഞാനാണ് ആശ്വാസം കണ്ടെത്തുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. You know, you're calling to lift them up, but what they're doing is they're lifting me up. ഞാൻ ഒരു പക്ഷേ അവരെ ആശ്വസിപ്പിക്കാനായിരിക്കും വിളിക്കുന്നത്, എന്നാൽ ഒടുവിൽ ആത്യന്തികമായിട്ട് ഞാനാണ് ആശ്വാസം കണ്ടെത്തുന്നത്. And then this verse comes to my mind. അപ്പോൾ Isaiah 26:3. ഈ ഒരു വാക്യമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. യെശയ്യാവ് 26:3. You know, God is keeping them in perfect peace. അവനെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കുന്നു. In the midst of the storms of life, God is keeping them in perfect peace. കൊടുങ്കാറ്റുകളുടെ നടുവിൽ ദൈവം അവരെല്ലാവരെയും പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. Because he trusts in you, is what we read. കാരണം അവർ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. Oh, his promise is that he will keep us in perfect peace. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്ന് പറയുന്നത്. അവൻ നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. He will keep us from stumbling. We read that in Jude 24. യൂദാലേഖനം 2:24 വീഴാതെ വണ്ണം അവൻ നമ്മെ കാക്കും, സൂക്ഷിക്കുമെന്ന് വായിക്കുന്നു. And in Isaiah 26:3 we read he'll keep us in perfect peace. യെശയ്യാവ് 26:3 നാം വായിക്കുന്നു, അവൻ പൂർണ്ണ സമാധാനത്തിൽ നമ്മെ കാക്കും. And lastly, in 2 Timothy chapter 1 verse 12. ഏറ്റവും ഒടുവിലായിട്ട് 2 തിമോത്തിയോസ് 1:12 നാം ഇങ്ങനെ വായിക്കുന്നു. For this reason I also suffer these things, but I am not ashamed, for I know whom I have believed, and am convinced that he is able to keep what I have entrusted to him until that day. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല.
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു. He is able to keep that which you have committed to him. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. Oh, he will, until that day, he will keep us. ആ ഒടുവിലത്തെ നാൾ വരെ അവൻ നമ്മെ സൂക്ഷിക്കും. And Paul is very confident, right, when we read that verse. വലിയ ആത്മവിശ്വാസത്തോടെയാണ് പൗലോസ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. He says, for this reason I suffer. പൗലോസ് പറയുകയാണ്, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. I'm not ashamed. ഞാൻ ലജ്ജിക്കുന്നില്ല. Why? എന്താണ് കാരണം? For I know whom I have believed. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയും. And Paul says, and I am convinced. മാത്രമല്ല പൗലോസ് എഴുതുന്നു, ഞാൻ ഉറച്ചുമിരിക്കുന്നു എന്ന്. There was not a doubt in Paul's mind. പൗലോസിന്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. He knows whom he has believed. അവൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസിന് നല്ലതുവണ്ണം അറിയാം. Paul knew who he met that day on the road to Damascus. ആ ദമാസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് താൻ ആരെയാണ് കണ്ടതെന്ന് പൗലോസിന് നല്ലതുപോലെ അറിയാം. Something that was brighter than the midday sun. ആ ഉച്ച സൂര്യനെ, മധ്യാഹ്ന സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശത്തെ താൻ കണ്ടു. And he says, I know whom I have believed. ആ കാര്യങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം താൻ പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന്. And I'm convinced. മാത്രമല്ല ഞാൻ ഉറച്ചുമിരിക്കുന്നു. What is that Paul is convinced of? എന്താണ് പൗലോസ് ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത്? That he is able to keep what I have entrusted to him until that day. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന്. Paul is saying that I trust him that he will keep me safe until the day I see him face to face. ഞാൻ കർത്താവിനെ മുഖാമുഖം കാണുന്ന നാൾ വരെ അവൻ എന്നെ സൂക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് പൗലോസിനുള്ളത്. And that is what Paul is convinced of. And Paul says, I'm willing to suffer for the Lord. I'm not ashamed because I know who I'm believed and I'm convinced that he will keep what I've entrusted to him. അങ്ങനെ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടാണ് താൻ ഇതൊക്കെയും സഹിക്കുന്നതും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും താൻ സഹിക്കുന്നതും താൻ ലജ്ജിക്കാതെ ഇരിക്കുന്നതും. May this be our collective life's testimony. ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിത സാക്ഷ്യം. That he will keep us from stumbling. അവൻ എന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കും. We cannot stand, we cannot walk on our own strength. നമ്മുടെ ശക്തിയിൽ നമുക്ക് നടക്കുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ കഴിയുകയില്ല. But because of him and his promise that he'll keep us from stumbling, let us run with endurance the race that is set before us. എന്നാൽ അവൻ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. He will keep us in perfect peace. അവൻ നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നവനാണ്. In the midst of the trials of life, the fires of life, let's trust in him and he will keep us in his perfect peace. വലിയ പ്രതിസന്ധികളുടെ നടുവിൽ തീച്ചുള്ളിയുടെ മധ്യത്തിൽ അവൻ നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. And not just that, but we can be convinced that what we have entrusted him, he will keep, he will guard until that day. എന്നാൽ അത് മാത്രമല്ല, എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് നമുക്ക് ഉറച്ചും ഇരിക്കാം. As I conclude, my desire this evening, ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇതാണ്, that I hope that you heard about my God and not anything about me. എൻ്റെ ദൈവത്തെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്, എന്നെക്കുറിച്ചല്ല എന്ന് ഞാൻ കരുതും. If you don't remember anything that I said, ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയേക്കാം. you could remember the dates and the times and the name of my children. That is okay.
എന്നെക്കുറിച്ചുള്ള പല കാര്യങ്ങളും, വ്യക്തിപരമായ കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ഓർക്കാതിരിക്കാം. But I want you to remember about my God. എന്നാൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. That He's a faithful God. അവൻ വിശ്വസ്തനായ ദൈവമാണ്. That He will be with you until the end. അവസാനത്തോളം അവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. We can trust Him until that day. ആ ദിവസം വരെ അവനെ നമുക്ക് ആശ്രയിക്കാം. May His name be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത സാക്ഷ്യമാണ് നമുക്കിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത്. പ്രിയ സഹോദരൻ നിതിൻ സക്കരിയയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നാം കേട്ടത്. ആ സാക്ഷ്യം കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ അനേക കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം അനേക സാക്ഷ്യങ്ങൾ കേട്ടവരാണ്. എന്നാൽ പ്രിയ സഹോദരന്റെ സാക്ഷ്യത്തിൽ നിന്ന് കേട്ടപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും ആ വിശ്വാസത്തിൽ നിലനിൽപ്പാനും മാത്രമല്ല പ്രിയ സഹോദരനെ ഇത്രയും ഉത്സാഹിപ്പിച്ച് വഴി നടത്തിയ തൃശ്ശൂരിലുള്ള 2 സഭകളും അതുപോലെ അമേരിക്കയിലായിരുന്ന സഭകളും തന്നോട് കാണിച്ച സ്നേഹത്തെ എല്ലാം ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉത്സാഹിപ്പിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി കൂടുതൽ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടവരുത്തുന്ന ഒരു സാക്ഷ്യമാണ് നാം ഇന്ന് കേട്ടത്. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയ സഹോദരനെയും 5 കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരി റബേക്കയും നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. വരും കാലങ്ങളിൽ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പ്രിയ സഹോദരനിൽ നിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞതിന് കാലുനാഥ മനുഷ്യയുടെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷകരമായ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ദൈവനാമത്തെയാണ് പ്രിയ സഹോദരൻ ഉയർത്തിയത്. അതാണ് ആ സാക്ഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സാക്ഷ്യം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് പ്രിയ സഹോദരന്റെ സാക്ഷ്യം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ച ആ സംസാരങ്ങൾ വീഴാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം കേൾക്കുമ്പോൾ ദൈവത്തെ വരും കാര്യങ്ങൾ കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കും എന്ന് ഞാൻ പരിഗണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരനോട് നന്ദിയെ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ പ്രിയ സഹോദരന്റെ സാക്ഷ്യം വളരെ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്തൃദാസൻ ഫിന്നി വി ജോണിനും ഞങ്ങളുടെ കാലുനാഥ മനുഷ്യയുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച പ്രിയ മകൻ ജോൻ ജെയിംസിനെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പഠിത്തത്തിന്റെ ഇടയിലും കടന്നു വന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുക, അതായത് ദൈവത്തെ പാടി സ്തുതിക്കുക, ഇങ്ങനെയുള്ള മനുഷ്യരിൽ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതും നല്ലൊരു സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ അതും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രിയമകന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് ഇരിപ്പാൻ തക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകന്റെ പേരൻസിനെ ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം, എൻകറേജ് ചെയ്യുവാൻ തക്കണം. പേരൻസ് ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് വരുവാൻ സാധിക്കത്തുള്ളൂ. കാലുനാഥ മനുഷ്യരുടെ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനേക പ്രിയപ്പെട്ടവരെന്ന് കടന്നു വന്ന് ഈ സാക്ഷ്യം കേൾക്കുവാൻ തക്കണം ദൈവം ഇവിടെ വരുത്തി കാലുനാഥ മനുഷ്യയെ തുറന്ന് നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയും നമുക്ക് ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയും സഹകരണമാണ് ഈ ഒരു മിനിസ്ട്രി നിന്ന് പോകാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവം ഇടവരുത്തുന്നു. അതുപോലെ പ്രിയ സഹോദരൻ സന്തോഷ് സഹോദരനെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. കാലിൻ്റെതായ ചില പ്രയാസത്തിൽ ആയിരിക്കുന്നതെങ്കിലും ഈ ഒരു മനുഷ്യരോട് ഇന്നും കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തക്കണം. പ്രിയ സഹോദരനെ ദൈവം എടുത്ത് ഉപയോഗിച്ച് അതിനായിട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് കർത്താവിന്റെ വേല ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് സജോ വർഗീസ് സഹോദരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ പരിശുദ്ധനായ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ലോകസ്ഥാനത്തിനു മുമ്പേ ക്രിസ്തുവിൽ ഞങ്ങളെ കണ്ട ദൈവം കാലാകാലങ്ങളിൽ ഞങ്ങളെ വേർതിരിച്ച് അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ തീർത്തു. അതിനായി സ്തോത്രം. നടത്തുന്ന വഴികൾ, അനുഗ്രഹിക്കുന്ന നന്മകൾ എല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും കാൽവറിനാഥത്തിൻ്റെ മിനിസ്ട്രിയിൽ ഇങ്ങനെ ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ ഇടയായതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവെ, ജീവിത സാക്ഷ്യവും അതുപോലെ ദൈവദിനത്തിൻ്റെ ആലോചനയും കേൾക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, പ്രത്യേകാൽ അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ പ്രിയമോനെ സഹായിച്ചു. ധാരാളമായ കൃപ നൽകി അനുഗ്രഹിക്കുകയും പ്രിയമകന്റെ പഠനത്തിൽ കർത്താവിന് കൃപയും നൽകുകയും അതോട് അനുബന്ധിച്ച് ആത്മീയകാര്യങ്ങൾക്ക് കർത്താവെ വളരെ പ്രയോജനപ്പെടുവാൻ ഇടയാകുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കണം. കർത്താവെ, ജീവിത സാക്ഷ്യവും കർത്താവെ അങ്ങയുടെ വചനവും സംസാരിച്ച പ്രിയ നിതിൻ സ്കറിയ സഹോദരനെ ഓർക്കുകയാണ്. കർത്താവ് പ്രിയപ്പെട്ടവനെ പരിപാലിച്ചു നടത്തുന്നു. അതിനായി സ്തോത്രം. കർത്താവ് ഡാളസിന്റെ ആ പ്രദേശത്ത് കർത്താവ് വിവിധ നിലയിൽ, വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് വിവിധ രീതിയിൽ പ്രിയപ്പെട്ടവനെ ഉപയോഗിക്കുന്നു. അതിനായി സ്തോത്രം. കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, അങ്ങയുടെ നാമം ഉയർത്തുവാൻ അങ്ങിടയാക്കുന്നു. അതിനായി സ്തോത്രം. എല്ലാ കൃപകളും നന്മകളും നൽകി സഹായിക്കണം. കർത്താവ് ഇന്ന് രാത്രികാലം ശുശ്രൂഷയെ മാനിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ പ്രിയ ഫിനിസോനെയും സഹായിച്ചു. ധാരാളമായ കൃപ നൽകി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. കാൽവറിനാഥത്തിന്റെ മിനിസ്ട്രി ഓർക്കുന്നു. അതിന്റെ ചുമതലപ്പെട്ടവരെ അനുഗ്രഹിക്കണം. പ്രത്യേകാൽ സന്തോഷ ബ്രദറിന് ആവശ്യമായ സൗഖ്യവും ബലവും നൽകണമേ. ഈ ശുശ്രൂഷ അനേകരുടെ ആത്മീയ ജീവിതത്തിന് നന്മയായി തീരുവാനിടയാകണം. ഞങ്ങൾ ഓർത്തതുപോലെ വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുന്ന വലിയവനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വളരെ വിശ്വസ്തയോടെ നീതിയോടെ നിൽക്കുവാനുള്ള എല്ലാ കൃപയും നൽകണമേ. ഇന്ന് ഈ സമയത്ത് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ആത്മീയ കൂട്ടായ്മയ്ക്കായി, ആത്മീയ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. സകലവും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകിയാൽ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.